ഹായ് ഫിച്ചു ഡോക്ടേഴ്സ്, നമ്മൾ അങ്ങനെ നമ്മുടെ ഫൈനൽ വീക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരാഴ്ചയും കൂടി ഇനി സമയമുള്ളൂ. വരുന്ന സൺഡേ 4th of May നമ്മുടെ നീറ്റ് എക്സാം ഡേ ആണ്. അപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾ ഇത്രയും നാൾ നല്ലപോലെ പഠിച്ചു, റിവൈസ് ചെയ്തു, അതൊക്കെ ചെയ്തു. പക്ഷെ എക്സാം ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടുന്ന നമ്മുടെ ഡ്രസ് കോഡും അതേപോലെ നമ്മൾ അവിടെ പോയി ക്യാരി ചെയ്യുന്ന ഡോക്യുമെൻസും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എക്സാം ഏറ്റവും പീസ്ഫുൾ ആയിട്ട്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എഴുതണം. അപ്പോൾ മിസ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഡ്രസ് കോഡിൻ്റെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡ്രസ് കോഡിനെ ഞാൻ ഓൾറെഡി ഡ്രസ് കോഡ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇട്ടിരുന്നു. ആൻഡ് ഓൾസോ പാരൻസിനുള്ള ക്ലാരിഫിക്കേഷൻ ഇട്ടിരുന്നു. ഡ്രസ് കോഡ്, അപ്പാരൽസ്, ഫുട്വെയർ, ഹെയർ സ്റ്റൈൽസ്, ഇതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി തന്നുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് അത് എല്ലാവരും കാണണം. പിന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ മക്കൾ കൃത്യസമയത്ത് എക്സാം ഹാളിൽ എത്തുന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. ബിക്കോസ് ലേറ്റായി വന്ന് കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റാതെ പോയ, ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട്. അപ്പം നിങ്ങൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ അവരെ എത്തിക്കാൻ നോക്കുക. ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും മെട്രോയുടെയും ഒക്കെ ടൈമിങ്സ് നോക്കുക. അങ്ങനെ പോകുന്നവർ ടിക്കറ്റ്സ് നേരത്തെ റിസർവ് ചെയ്യണമെങ്കിൽ അത് പ്ലാൻ ചെയ്യുക. എല്ലാം നേരത്തെ ചെയ്ത് വെക്കുക. ലാസ്റ്റ് മിനിറ്റിൽ ഇതൊരു സില്ലി ആയിട്ട് കരുതാതെ കുറച്ച് സീരിയസ്നെസ്സോടെ നമുക്കിതിനെ ഫേസ് ചെയ്യാം. പിന്നെ എക്സാം ഹാളിലേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം ട്രാൻസ്പോർട്ടിലാണ് പോകുന്നതെങ്കിൽ കാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ. അപ്പോൾ അതൊക്കെ പേരൻസ് ശ്രദ്ധിക്കുമല്ലോ, ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ മക്കൾ എഴുതാൻ പോകുന്നത് ഉച്ച സമയത്താണ് എക്സാം. അപ്പം അതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മെഡിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് മെഡിക്കേഷൻസ് ടൈമിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്, ഏറ്റവും ബേസിക് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ഇവരുടെ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിന് 2 പേജാണുള്ളത്. ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും. സെക്കൻഡ് പേജ് പ്രൊഫോമ ഫോമാണ്. അപ്പം ആ പേജിൽ, സെക്കൻഡ് പേജിൽ നമ്മൾ ഒട്ടിക്കേണ്ട ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. അതാണ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 4:6 സൈസാണ്. ഈ സൈസ് സ്പെസിഫിക്കേഷൻ അവർ ഈ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ NTA ബുള്ളറ്റിനിലും അവർ പ്രൊഫോമ ഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എല്ലാവരും ഒട്ടിച്ചിട്ട് കൊണ്ടുപോകുക. അഡ്മിറ്റ് കാർഡിനെ പ്രൊഫോമയുടെ ഒരു 2 കോപ്പി കയ്യിൽ വെച്ചോളൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിൽ വെക്കുക. പിന്നെ അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് എൻഷുർ ചെയ്യുക. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ വാലിഡ് ID പ്രൂഫ്. അതായത് നിങ്ങൾക്ക് ആധാർ കാർഡ് കൊണ്ടുപോകാം, വെരി ഇമ്പോർട്ടൻറ്റ്. ആധാർ കാർഡ് ഉള്ളവർ നിർബന്ധമായിട്ടും അത് എടുക്കുക. പിന്നെ ആധാർ കാർഡിനെ കുറിച്ച് അവരൊരു ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം NTA. അതായത് ഇപ്പം ആധാർ കാർഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആധാർ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പേരിലോ അഡ്രസ്സിലോ സ്പെല്ലിങ്സിലോ ഒക്കെ മാറ്റങ്ങൾ, മേജർ ചേഞ്ചസ്, മൈനർ ചേഞ്ചസ് ആർ ഓക്കെ. മേജർ ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ എ സേഫ്റ്റി സേക്ക്, നിങ്ങൾക്ക് സേഫർ സൈഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 10th മാർക്സ് കാർഡ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റും ക്യാരി ചെയ്യാം. അതിനും പേരും അഡ്രസ്സും ഉണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ക്ലാസ് 12ൻ്റെ ഹാൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ്, അതും കൊണ്ടുപോവാം. അപ്പോൾ ഇത് രണ്ടും കയ്യിൽ വെക്കുക കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തോളൂ. അതിൽ നെയിമും ഡേറ്റും വേണമെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. നിർബന്ധമില്ല. അപ്പോൾ ഇത് നമ്മുടെ അവിടെ നീറ്റ് എക്സാം ഹാളിലെ നമ്മളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫ്സ് കൊണ്ടുപോവേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെക്കുക. നിങ്ങളൊരു PWD സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ PWD സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കയ്യിൽ ക്യാരി ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ചിലർ ഇപ്പം സ്പ്ലിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ബാൻഡേജോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ഓഫ് ഒരു ഡോക്യുമെൻറ്റ്, നിങ്ങളുടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊണ്ടുപോവുക. ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഡയബറ്റിക്സ് ഉള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കേഷൻസ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഇടയ്ക്ക് കഴിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കഴിച്ചണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ്, ഒരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അവസാന നിമിഷത്തെ ടെൻഷൻസും പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ടാണ് ഇത്. ഇതെല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽസ് കൊണ്ടുപോകാം, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. മിനിമം ക്യാഷ് തന്നെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ സ്പെക്സിൻ്റെ കാര്യമൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. എല്ലാ രീതിയിലുള്ള സ്പെക്സ് നിങ്ങൾ ചെയ്തോളൂ. മെറ്റൽ വൺസ് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് ചെക്കിങ്ങിൻ്റെ സമയത്ത് അവരോട് അത് ഊരി കാണിച്ചിട്ട് പറഞ്ഞാൽ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ
ഈ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എക്സാം ഹാളിലേക്ക് നമ്മൾ കൊണ്ടുപോവേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാലോ. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോവേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, അതിൻ്റെ ഒരു 2 കോപ്പി വെക്കുക. അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും. സെക്കൻഡ് പേജാണ് പ്രൊഫോമ ഫോം. പ്രൊഫോമ ഫോമിൽ നമ്മൾ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. അത് 4/6 സൈസ് ആയിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിലെടുക്കുക. അത് നമ്മളുടെ സ്പെസിഫിക്കേഷൻസ്, സൈസ് സ്പെസിഫിക്കേഷൻ ശ്രദ്ധിക്കണം, നീറ്റിൻ്റെ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ എന്താണ്, അത് നമ്മുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനാണ്. അത് കൂടാതെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് കൊണ്ടുപോകണം. ആധാർ കാർഡ് എടുക്കാം. ഇനി ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു, ആധാർ അപ്ഡേറ്റ് ആയിട്ടുള്ളവർക്ക് മറ്റേ 10th മാർക്ക് ലിസ്റ്റും കൊണ്ടുപോവാം, അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാം. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 12th ഹാൾ ടിക്കറ്റ് കൊണ്ടുപോവാം. ഇതുമല്ലാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വെക്കാൻ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഐഡന്റിറ്റീസ് ആണ് പാൻ കാർഡ്, വോട്ടേഴ്സ് ID ഉള്ളവർക്ക് അതെടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഈ ID കാർഡ്, ഫോട്ടോ ID പ്രൂഫ്സ് ഒക്കെ അലൗഡ് ആണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുക. പിന്നെ PWD സ്റ്റുഡൻസ് അവരുടെ സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യുക. മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യുക. കസ്റ്റമറി വെയർ ഇടുന്നവർ നിർബന്ധമായി 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. പിന്നെ ഇതെല്ലാം മക്കൾ നല്ലൊരു ഫയലിൽ വൃത്തിയായിട്ട് എടുത്ത് വെച്ച് കൊണ്ടുപോകുക കേട്ടോ. അവിടെ ഇവിടെ മടക്കി പിടിച്ചൊക്കെ കൊണ്ടുപോകാതെ ഒരു ഫയലിൽ ക്യാരി ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെന്നും ഇതൊന്നും നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നല്ലപോലെ റിലാക്സ്ഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. ടെൻഷൻ ഒന്നും ആവണ്ട, എല്ലാം സെറ്റ് ആയിക്കോളും. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.